നമുക്ക് ആ കമ്മിറ്റി മെമ്പേഴ്സിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഡാ, ചെക്ക് തരാനായിരിക്കും വിളിക്കുന്നത്. എണ്ണാൻ കുറച്ച് പ്രയാസമാണെങ്കിലും കാശായിട്ട് തന്നെ വാങ്ങിച്ചു. നീ അതോർത്ത് വിഷമിക്കണ്ട. ഇതൊരു ചാരിറ്റി മാച്ചാ. ഒരു ചില്ല് കാശ് പോലും കിട്ടില്ല. മൊത്തം കാശും ചാരിറ്റിയിലേക്ക് പോകും. ചാരിറ്റിയോ? ചുമ്മാ പറയല്ലേ രാജേഷൻ കളിപ്പിക്കാനായിട്ട്. ഞാനങ്ങനെ എന്തിനാ ചുമ്മാ പറയുന്നത്? പ്ലേസ് ഫീസ്, ടിക്കറ്റ്, സ്പോൺസർഷിപ്പ് എല്ലാം ഹൗസ് ഫൗണ്ടേഷനിലേക്ക് പോകും. ചാരിറ്റി മാച്ചല്ലേ ഇത്? അല്ലെങ്കിൽ പിന്നെ ന്യൂസിലാൻഡ് ടീം നമ്മുടെ ക്ലബ്ബായിട്ട് മത്സരിക്കാൻ തയ്യാറാവൂ? നീ വന്നേ. ഒരു തരി മാറ്റം വന്നിട്ടില്ല. അതേ ടെക്നിക്ക്, അതേ ഫ്ലോ, അതേ ബാലൻസിങ്. 10 വർഷം മുമ്പ് എങ്ങനെയോ അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. കമ്മിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും നിന്നെ കുറിച്ച് മാത്രമേ പറയാനുണ്ടായുള്ളൂ. നിനക്ക് അസിസ്റ്റന്റ് കോച്ചിന്റെ ജോലി ഗ്യാരണ്ടി. എന്ത് കളിയായിരുന്നു! എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പറഞ്ഞ സാറിന് മനസ്സിലാവില്ലേ? ഞാൻ ജീവിതത്തിൽ കളിക്കാൻ പോകുന്നില്ല. എനിക്കിനി ക്രിക്കറ്റും വേണ്ട, അസിസ്റ്റന്റ് കോച്ചും ആവണ്ട. സാറിന് മുമ്പിൽ നിൽക്കുന്ന പഴയ ക്രിക്കറ്റർ അർജുൻ അല്ല സാർ. എനിക്കൊരു ഭാര്യയുണ്ട്. ഒരു എന്തോ എഴുന്നേറ്റ് വാ. കിറ്റ് എടുക്കണ്ടേ? അച്ഛൻ ഇത്രയും നന്നായിട്ട് കളിക്കുമെന്ന് എന്നോട് എന്താ പറയാഞ്ഞേ? സ്ക്വയർ കട്ടൊക്കെ ചെയ്യുന്ന കാണാൻ എന്ത് ഭംഗിയായിരുന്നു. അച്ഛാ, അങ്കിളുടെ ഷോപ്പ് കഴിഞ്ഞല്ലോ. അച്ഛാ കഴിഞ്ഞച്ചാ. അച്ഛാ, വേറെ കടയിൽ നിന്നാണോ അച്ഛാ നമ്മൾ ജേഴ്സി വാങ്ങിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ബൈ. അർജുൻ, വെറുതെ ഇങ്ങനെ നിൽക്കാതെ വരുന്ന ഗസ്റ്റുകളൊക്കെ ഒന്ന് വിളിച്ചിരുത്താൻ നോക്കൂടെ? ഞാൻ വേഗം പോയി ചോക്ലേറ്റ് കഴിച്ചിട്ട് വരാം. എന്തുപറ്റി? എന്തെങ്കിലും ചോന്നിരിക്കുന്നേ? ബോള് കൊണ്ടത് അമ്മയെ രാവിലെ കളിച്ചപ്പോ. ഈ ദിവസം തന്നെ ക്രിക്കറ്റ് കളിക്കണമായിരുന്നോ? നോക്കിയേ, നല്ലൊരു ദിവസമായിട്ട് മുഖമൊക്കെ ഒരുമാതിരി. അത് ശരി, എന്താ നീ ഇത്ര നാളായിട്ട് പറയാം? സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച്. സാറേ ഇപ്പൊ അകത്തേക്ക് പോയതേ ഉള്ളൂ അർജുൻ. ഓക്കെ. എന്നെ അന്വേഷിച്ചു എന്ന് ഇനി ഇതായിട്ട് കുറയ്ക്കണ്ട, ഇതും കൂടെ വിറ്റോ. എടുത്തോ. സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാണോ നീ? നിന്നെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ധാരണകളും ഒന്നുകൂടെ തെറ്റാണെന്ന് നീ തെളിയിച്ചു. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മാസം 1000 രൂപ മാറ്റിവെച്ച് ആ കാശ് ലോയർക്ക് കൊടുത്താ നിന്റെ ജോലി തിരിച്ചു കിട്ടുമെന്ന് കരുതിയ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയി പോയത് അർജുൻ. ലൈഫിൽ ഓരോ കാര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ എങ്ങനെയാ അർജുൻ? ജീവിതത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ നീ ഇങ്ങനെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാനാണല്ലോ ഇതിനെല്ലാം കാരണക്കാരി എന്നുള്ള തോന്നൽ എന്റെ മനസ്സിൽ കൂടി വരിക.
രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. നിന്നോടല്ല ഞാനിതൊക്കെ പറയുന്നത്. Say something. ഇപ്പൊ കണ്ടില്ലേ? You give up and you walk away every single time. ലൈഫിൽ ഇത് തന്നെ നീ ചെയ്യുന്നേ. ഓരോ തവണ നിനക്ക് വേദനിക്കുമ്പോ നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകും. ഏതെങ്കിലും ഒരു ദിവസം എന്റെ കൂടെ ജീവിക്കുന്നത് കഷ്ടമാണെന്ന് കരുതി നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്ന എന്റെ പേടി. അമ്മ മുഖത്തെന്താന്ന് ചോദിച്ചപ്പോ ഞാൻ അടിച്ചതെന്ന് എന്താ പറയാഞ്ഞേ? അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മ വിചാരിക്കും ഞാൻ കള്ളം പറഞ്ഞതാണ്. അച്ഛൻ എന്നെ അടിച്ചെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അച്ഛാ.